ഹലോ ഗായ്സ്, ടുഡേയ്സ് വീഡിയോ ഈസ് മൈ ബാക്ക് ടു സ്കൂൾ സപ്ലൈസസ് ഹോൾ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ബാഗ്. നല്ലൊരു മെറൂണും ഫ്ലോറസൻ ഗ്രീനും ആയിട്ടുള്ള ബാഗാണ്. അടിയിൽ വെയിറ്റ് താങ്ങാൻ പറ്റിയ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലും വാട്ടർ ബോട്ടിൽ വയ്ക്കുക. ടോട്ടൽ 5 സിബ് ഉണ്ട്. ഫ്രണ്ടിൽ 2 കുഞ്ഞു സിബ്, പിന്നെ 3 സിബ് വലുതായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പുതിയ ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് ബാഗാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ വേറെ ലഞ്ച് ബാഗായിരുന്നു. അതിൻ്റെ അടിയിൽ തുന്നലൊക്കെ വിട്ടിട്ട് വെള്ളം കുപ്പിയൊക്കെ താഴെ വീഴുന്ന അവസ്ഥയായപ്പോൾ പിന്നെ ഞാൻ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്രാവശ്യം ബ്ലാക്ക് ആട്ടോ വാങ്ങിയ. സൈഡിൽ കുഞ്ഞി സിബ് ഉണ്ട്. ഇപ്പോൾ വയ്യായൊക്കെ ഉണ്ടെങ്കിൽ മരുന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുക. പിന്നെ ഉള്ളിൽ നല്ലൊരു ഇങ്ങനത്തെ ഒരു സംഭവമാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ പുതിയ ലഞ്ച് ബാഗ് വന്നിട്ട്. ഇനി ഞാൻ ചട്ട കാണിക്കാം. ഇത് ഞാൻ ബുക്ക് ചട്ടിട്ടതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ചട്ടിടാൻ പോയപ്പോൾ ഈ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 3 ചട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്കിൻ്റെ സൈസ് ആയിട്ടുള്ളതാണ്. പിന്നെ നോട്ട്ബുക്ക്സ് കുറേ വാങ്ങി. മാത്സിൻ്റെ ഒരെണ്ണം വാങ്ങി. പിന്നെ ബാക്കിയുള്ളത് 18 എണ്ണം അങ്ങോട്ട് വാങ്ങി. കുറേ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോട്ട്ബുക്ക്സ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിച്ചതാണ്. ഈ ഒരു നോട്ട്ബുക്കിന് ഭയങ്കര കട്ടിയായൊരു കവറായിരുന്നു. ഞാൻ വാങ്ങിയത് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട്ബുക്കാണ്. നിങ്ങളാരെങ്കിലും ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതാണ് ഞാൻ വാങ്ങിയ നെയിം സ്റ്റിക്കർ. ചിലർ ഇതിനെ ലേബിൾ എന്നോ അങ്ങോട്ട് പറയാറുണ്ട്, ചിലർ നെയിം സ്ലിപ്പ് എന്ന് പറയാറുണ്ട്. ഞാൻ നെയിം സ്ലിപ്പൊന്നും നെയിം സ്റ്റിക്കർ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പ്രിൻസസിൻ്റെ ഒരെണ്ണം വാങ്ങി. പിന്നെ സാൻറിയോ തീമിൻ്റെ 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകെ അറിയുന്നത് മൈ മെലഡിയും കുറോമിയുടെയും പേര് മാത്രമാണ് കേട്ടോ. പിന്നെ ഹലോ കിറ്റിയുടെയും. അപ്പം ഇത്രയും പേരാണ് എനിക്ക് ഇവരിൽ അറിയുന്നത്. അപ്പോൾ അതേ സാൻറിയോടെ 2 എണ്ണവും പ്രിൻസസിൻ്റെ ഒരെണ്ണമൊക്കെ ആയിട്ടാണ് വാങ്ങിയത്. ഇനി നമുക്ക് വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സൊക്കെ കാണാം. ഇതെല്ലാം ഒരുമിച്ച് നല്ല അഫോർഡബിൾ പ്രൈസിൽ എനിക്ക് തൃപ്രയാർ വൈമാളിയിൽ നിന്ന് കിട്ടിയതാട്ടോ. അപ്പോൾ ഇത് സ്റ്റീലാണ്, ഉള്ളിലൊക്കെ സ്റ്റീലാണ് കേട്ടോ. പുറത്ത് ഇങ്ങനെ ഒരു കളറിൻ്റെ ഇത് കൊട്ടുന്നുള്ളൂ. ഒക്കെ സ്റ്റീലാണ്. കുഞ്ഞി കറിപ്പാത്രം ഉണ്ട്. എനിക്ക് ആ കറിപ്പാത്രം നല്ല ഇഷ്ടമായി. പിന്നെ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് സൈഡിൽ ആ കറിപ്പാത്രം നീക്കി വെച്ചിട്ട് ചോറ് വയ്ക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഇതിൽ കിട്ടും കേട്ടോ. എൻ്റെ ബാഗിൻ്റെ സെയിം കളർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. ഇതാണ് വാങ്ങിയത്. ഇതൊരു ഓറഞ്ചും ഒരു ഗ്രേ പോലത്തെയാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും പോലത്തെ ഉണ്ടായിരുന്നു. കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇനി നമുക്ക് നമ്മുടെ സാൻഡിൽസ് കാണാം. ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് സ്കൂളിൽ ബ്ലാക്ക് സാൻഡിൽസ് ആണ് ഇട്ടുകൊണ്ട് പോകേണ്ടത്. സെപ്റ്റംബർ ഓഗസ്റ്റ് മുതൽ അങ്ങോട്ടാണ് ഞങ്ങൾക്ക് ബ്ലാക്ക് ഷൂ ഇടേണ്ടത്. ഈ ഒരു ചെരുപ്പിൻ്റെ കമ്പനി എനിക്കറിയില്ല. വിൻ ഹീൽസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കമ്പനി കേൾക്കണത്. പക്ഷേ ഇത് നല്ല ഉറപ്പുള്ള ചെരുപ്പാട്ടോ. എനിക്ക് നല്ല പോലെ ഇഷ്ടം. നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ഞാൻ വാങ്ങിയ സൈസ് 7 ആണ്. ഇനി 2 കൊല്ലത്തേക്ക് ചെരുപ്പ് വേണ്ടി വരില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതെ, ഇതാണ് ഞാൻ വാങ്ങിയ കട്ടർ. ഒരു യൂണിക്കോണിൻ്റെ പോലത്തെ. ഞാൻ സാധാരണ നോർമൽ കട്ടറാണ് വാങ്ങാറ്. ഇപ്രാവശ്യം വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് വാങ്ങിയതാണ്. അതാകുമ്പോൾ ടേബിളിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ പോലൊക്കെ ആയിട്ട് വെക്കാമല്ലോ. പിന്നെ നോർമൽ ഇറേസറും വാങ്ങി. പിന്നെ ഇങ്ങനത്തെ ഒരു ഐസ്ക്രീം പോലത്തെ ഇറേസറും വാങ്ങിയിട്ടുണ്ടായി. ഇത് ഞാൻ സ്കൂൾ അടച്ചതിന് ശേഷം വാങ്ങിയൊരു റബ്ബറാണ്. ലിപ്സ്റ്റിക്കിൻ്റെ ഇത് സെയിം തന്നെ വേറെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. പിന്നെ അതേ ഹൈലൈറ്റർ വാങ്ങിയിട്ടുണ്ട്. ഹൈലൈറ്റർ ഒരെണ്ണം വാങ്ങിയുള്ളൂ. എനിക്ക് ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ വരാറുള്ളൂ കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ പിങ്ക് കളറിലുള്ളൊരു ഹൈലൈറ്റർ കഴിഞ്ഞ കൊല്ലം വാങ്ങിയിട്ടുണ്ടായി. ഇക്കൊല്ലം ഈ ഒരു ഓറഞ്ച് ആട്ടോ വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഹൈലൈറ്റർ നല്ല ഹൈലൈറ്ററാണ്. 20 റുപ്പീസ് അങ്ങോട്ടാണെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് വൈറ്റ്നറാണ് വാങ്ങിയത്. വൈറ്റ്നർ ഞാൻ വാങ്ങാറില്ലാത്ത സാധനമാണ്. ഇപ്രാവശ്യം പെയിൻറ്റിങ്ങിന് യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് വൈറ്റ്നർ. അപ്പോൾ അത് വാങ്ങി 15 രൂപയുടെ. പിന്നീട് ഞാൻ വാങ്ങിയത് സ്കെയിലാണ്. സ്കെയിൽ ഞാൻ 2 എണ്ണം വാങ്ങി. എപ്പോഴാണ് പൊട്ടാന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ 2 എണ്ണം വാങ്ങി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ ഒരു പെൻസിൽ കഴിഞ്ഞ പോലെ 4 എണ്ണത്തിന് സെറ്റ് വാങ്ങിയിട്ടുണ്ടായി. അത് ഫ്രണ്ട്സിന് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് വന്നപ്പോൾ എൻ്റെ ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിയതാണ്. അടുത്തതായിട്ട് പൗച്ചാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഈ കീ ചെയിൻ ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. പിന്നെ ആ പൗച്ചിൽ ഇട്ടെന്നുള്ളൂ. ഈ ഒരു പൗച്ച് നല്ല പൗച്ചാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പൗച്ചാണ്. നല്ല റേറ്റിനായിരുന്നു കിട്ടിയിരുന്നത്. 110 രൂപയ്ക്ക് ഈ ഒരു പൗച്ച് ഈ ഒരു പേനയും കൂടി ആയിട്ടാണ് കിട്ടിയത്. ഈ ഒരു പെന്നിന് 6 കളേഴ്സ് ഉണ്ട്. പിന്നെ ആ പൗച്ചിന് തൊടുന്ന സെയിം ടെക്സ്ചറാണ് അതിൻ്റെ അവിടെയുള്ള ഗ്രീൻ യെല്ലോ പിങ്ക് പോലത്തെ തൊടുമ്പോൾ തോന്നുന്നത്. പിന്നെ ഈ യൂണിക്കോണിൻ്റെ നമുക്ക് പെൻസിൽ മേലൊക്കെ മാറ്റി കുത്താൻ പറ്റും കേട്ടോ. പിന്നീട് ഒരു കീ ചെയിൻ വാങ്ങി ഞാൻ. ഈ കീ ചെയിൻ മറ്റേ കീ ചെയിൻ്റെ ഒപ്പം വാങ്ങിയതാണ്. ഇത് എൻ്റെ ബാഗും തൂക്കിയിടാന്ന് വെച്ച് വാങ്ങിയതാണ്. പിന്നെ സ്റ്റിക്കി നോട്ട്സ്, അത് പിന്നെ പറയേ വേണ്ടല്ലോ, അത്യാവശ്യമായ ഒരു സംഭവമാണ് ഈ സ്റ്റിക്കി നോട്ട്സ്, പ്രത്യേകിച്ച് എക്സാമിന്. പിന്നെ വൈറ്റ് ബോർഡ് മാർക്കർ, അതാട്ടോ ഞാൻ വൈറ്റ് ബോർഡ് കാണിച്ചത്. അപ്പോൾ ബ്ലാക്ക് ബ്ലൂ
എന്നുള്ള രീതിയിൽ 2 വാങ്ങി. 55 റുപ്പീസാന്ന് തോന്നുന്നു രണ്ടിനും കൂടെ വന്നത്. പിന്നീട് ലെക്സിയുടെ പേന 10 വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നോർമൽ ഇറേസർ, അപ്പോൾ ഞാൻ ഒരെണ്ണമായിട്ട് എടുത്ത് കാണിച്ചതാണ്. പിന്നെ ബണ്ണ് വാങ്ങിയിട്ടുണ്ട് എൻ്റെ തലയിൽ കെട്ടാനായിട്ട്. സ്കൂളിൽ പോകുമ്പോൾ 2 സൈഡ് മെടഞ്ഞൊക്കെ കെട്ടണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയതാട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് പുറത്തൊക്കെ പോകുമ്പോൾ അടിയിലൊക്കെ ആയിട്ട് കെട്ടാൻ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.